നമസ്കാരം. ഇന്നലെ യുഎസ് വിപണികളെല്ലാം നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. താരിഫ് വിഷയത്തിൽ സുപ്രീം കോടതിയിലും ഒരുപക്ഷേ ട്രംപിന് തിരിച്ചടി ഉണ്ടായേക്കാമെന്നുള്ള ഒരു ആശങ്ക പോലെ യുഎസ് ഓഹരികളെല്ലാം വീണ്ടും പ്രശ്നത്തിലാണ്. അതുപോലെ തന്നെ ഇവർ ഇതുവരെ കളക്ട് ചെയ്ത താരിഫുകളൊക്കെ തിരിച്ചു കൊടുക്കേണ്ടതാവാം എന്നുള്ള ഒരു നിരീക്ഷണം വന്നതൊക്കെ മാർക്കറ്റിനെ ഇന്നലെ സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട്. യുഎസിൽ അവർ ഏതാണ്ട് 70% ഉൽപ്പന്നങ്ങൾക്ക് ഇപ്പോൾ താരിഫുണ്ട്. ഇപ്പോൾ ഈ വിധി നടപ്പാകുകയാണെങ്കിൽ അത് 15% വരും. അപ്പോൾ അത്തരത്തിലൊരു ആശങ്ക യുഎസ് മാർക്കറ്റിലുണ്ട്. യുഎസ് മാർക്കറ്റ് ഇന്നലെ അതുകൊണ്ട് ഇന്നലെ ഒരു കറക്ഷനിലേക്ക് വന്നു. അതുപോലെ തന്നെ ഇന്നലെ ഗൂഗിളിന് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് നടത്തിയ നടപടികളിൽ കോടതിയിൽ നിന്ന് ഗൂഗിളിന് ഒരു ആശ്വാസം കിട്ടി. അതുകൊണ്ട് ഗൂഗിൾ ഇന്നലെ നല്ല രീതിയിൽ തിരിച്ചു കയറി. ആപ്പിളുമായിട്ടുള്ള കരാർ തുടരാമെന്നും ഗൂഗിളിനോട് കോടതി പറഞ്ഞിട്ടുണ്ട്. ഇത് കമ്പനിയെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അപ്പോൾ കമ്പനി ഇന്നലെ ഗൂഗിളിന്റെ ഷെയർ തിരിച്ചു കയറിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ മാർക്കറ്റ് ആ സെല്ലിംഗ് പ്രഷർ വീണ്ടും തുടരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം താരിഫ് റിലേറ്റഡ് ഈ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം വളരെ അപ്രതീക്ഷിതമായ രീതിയിലുള്ള നിരക്കുകളൊക്കെ പ്രഖ്യാപിക്കുന്ന ആളാണ്. അപ്പോൾ അതേ തുടർന്നുണ്ടാകുന്ന ഒരു പ്രഷർ ഇന്ത്യൻ മാർക്കറ്റിലുണ്ട്. അതുപോലെ തന്നെ ഫാർമ സെക്ടറുകൾക്ക് വീണ്ടും 200% താരിഫ് ചുമത്താനുള്ള ഒരു പ്ലാൻ ഉണ്ടെന്ന് പറയുന്നു. ഇന്ത്യക്ക് യാതൊരു രീതിയിലുള്ള ഇളവുകളും നൽകുന്നില്ല എന്നുള്ള തരത്തിലുള്ള കമന്റ് ഉണ്ട്. ഇന്നലെ ട്രംപിന്റെ ഒരു പ്രസ് മീറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ താരിഫിനെ പറ്റി കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല. പക്ഷേ ഏകദേശം ആ താരിഫിൽ നിന്ന് ചെറുതായിട്ട് അയയുന്നു എന്ന് വേണം അദ്ദേഹത്തിന്റെ ഇതിൽ നിന്നും മനസ്സിലാക്കാൻ. ഇന്നലെ എഫ് എക്സ്പയർ ചെയ്യുന്ന ഒരു വോളറ്റാലിറ്റി മാർക്കറ്റിൽ ഉണ്ടായിരുന്നു. ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇനി GST കൗൺസിലിന്റെ മീറ്റിംഗിലാണ് പ്രതീക്ഷ. 5, 18 എന്നീ സ്ലാബുകൾ നിലനിർത്താനാണ് ഇപ്പോൾ പ്രപ്പോസൽ പോയിരിക്കുന്നത്. പൊതുവെ അംഗീകരിക്കപ്പെട്ടാൽ മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെ നല്ലതാണ്. ഇപ്പോൾ ഈ ഓണമൊക്കെ പ്രമാണിച്ച് അതുപോലെ ഫെസ്റ്റിവൽ സീസൺ തുടങ്ങുന്നതൊക്കെ പ്രമാണിച്ചുള്ള ഒരു ആൾക്കാരുടെ ബൈങ് പവർ കൂട്ടാൻ അത് സഹായകരമാകും. ഓട്ടോ ഇൻഡസ്ട്രീസ് ബുക്കിംഗിന് ഡിലേ വരുന്നുണ്ട്. ഒരുപക്ഷെ 25,000 മുതൽ ഉള്ള ഒരു വിലക്കുറവ് കിട്ടാം. അതുകൊണ്ട് ആൾക്കാർ അത് മാറ്റിവെക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ 5 വർഷത്തെ കാലാവധി പൂർത്തിയാക്കുന്ന തരത്തിൽ ഡോളറിന്റെ മൂല്യമുള്ള ബോണ്ടുകൾ SBI ഏതാണ്ട് 500 മില്യൺ സമാഹരിച്ചതായിട്ട് പറയുന്നു. ആ സോവറിൻ റേറ്റിംഗ് S&P 500 ഉയർത്തിയതിനു ശേഷമുള്ള ഉള്ള ഒരു അനൗൺസ്മെന്റ് ആണ് ഇത്. അതുപോലെ മോർഗൻ സ്റ്റാൻലി റിലയൻസിന്റെ ടാർജറ്റ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന് ഇന്ത്യ US ട്രേഡ് ഡീൽ ഏതാണ്ട് നവംബറിലേക്ക് ശരിയാകും എന്നാണ് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു അഭിപ്രായം. മറ്റൊന്ന് ASML ഡച്ച് കമ്പനിയാണത് ഇന്ത്യയിൽ കൂടുതൽ ചിപ്പ് മേക്കിങ്ങിന് വേണ്ടിയിട്ട് ഉള്ള ഒരു തയ്യാറെടുപ്പ് നടത്തുന്നു. ഇന്ത്യയിൽ ഫാക്ടറി തുടങ്ങുന്ന തരത്തിലൊരു ഡീൽ നടത്തുന്നു എന്നുള്ള വാർത്തകളുണ്ട്. 13ഓളം IPOയ്ക്ക് സെബി അപ്രൂവൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇന്ത്യ കോട്ടൺ ഇമ്പോർട്ട് വർദ്ധിച്ചിട്ടുണ്ട്. അതിന് കഴിഞ്ഞ എക്സൈസ് ഡ്യൂട്ടിയിലൊക്കെ ഇളവ് കൊടുത്തിരുന്നു. അതുപോലെ തന്നെ UP ഗവൺമെന്റ് ഇലക്ട്രോണിക് മാനുഫാക്ചറിംഗിൽ അവരുടെ പോളിസി ചേഞ്ച് ചെയ്തു. മാനുഫാക്ചറിംഗ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റഷ്യ, ബ്രസീൽ, നെതർലാൻഡ് എന്നീ രാജ്യങ്ങളിലേക്ക് ഇന്ത്യ കൂടുതൽ ഫാർമ പ്രോഡക്റ്റുകൾ കയറ്റി അയക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തുന്നു. TCSലെ സാലറി ഹൈക്ക്, അതുപോലെ തന്നെ എത്തനോള് കൂടുതൽ പെട്രോളിനോട് ആഡ് ചെയ്യാനുള്ള അത്തരത്തിലുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തുന്നത് എത്തനോൾ കമ്പനികൾ, പ്രത്യേകിച്ച് ഷുഗർ കമ്പനികൾക്ക് ഇന്നലെ അതിന്റെ ഷെയറിൽ നല്ലൊരു വർധനവ് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ സൊമാറ്റോ അതിന്റെ പ്ലാറ്റ്ഫോം ഫീസ് കൂട്ടുന്നു എന്ന തരത്തിലുള്ള വാർത്തകളും ഒക്കെ വരുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ച് താരിഫ് തന്നെയാണ് ഇപ്പോഴും ഏറ്റവും വലിയ ഇഷ്യൂ ആയിട്ട് നിൽക്കുന്നത്. ഈ വരുന്ന GST കൗൺസിൽ മീറ്റിംഗിൽ വരുന്ന അനൗൺസ്മെന്റും വളരെ നിർണായകമാണ്. അതുപോലെ ഇന്നിനി വരാനിരിക്കുന്ന പ്രധാനപ്പെട്ട